ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ മീനിങ്, ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നീ ഭാഗങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായ മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി 5 തരമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഏതൊക്കെയാണെന്നറിയാമല്ലോ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇന്ന് ഈ ഇലാസ്തികത കണക്കാക്കുന്നത് എങ്ങനെ എന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിനായി 3 രീതികളാണ് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. ആ 3 മെത്തേഡുകൾ ഈ രീതിയിൽ ക്രമപ്പെടുത്താം. 1 പ്രപ്പോർഷനേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് മെത്തേഡ്. 2 ഇലാസ്റ്റിസിറ്റി ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ്. 3 എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്ലേ മെത്തേഡ്. ഈ 3 രീതിയിലൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി എങ്ങനെ കണക്കാക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ മെത്തേഡായ പ്രപ്പോർഷനേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എങ്കിലും അത് മറ്റൊരു രീതിയിലും കണക്കാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നു പ്രപ്പോർഷനേറ്റ് മെത്തേഡിൽ ഇലാസ്തികതയുടെ സമവാക്യം? ED is equal to proportionate change in quantity demanded divided by proportionate change in price എന്നാണ്. സിംബോളിക്കലി അതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം? അത് ED is equal to proportionate change in quantity demanded. സിംബോളിക്കലി എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം? ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ Q ഇൻറ്റു 100 ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ബൈ P ഇൻറ്റു 100. ഇതാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നു. ഈ ഇക്വേഷൻ പ്രകാരം പെർസെൻറ്റേജ് പ്രൈസ് കണ്ടുപിടിച്ചു. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി കണക്കാക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഇക്വേഷനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. ഇത് നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള 100 ക്യാൻസലായി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഡെൽറ്റ Q ബൈ Q ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ബൈ P എന്ന് എഴുതാം. സംശയമില്ലല്ലോ. ഈ 100ഉം 100ഉം പോയി കഴിഞ്ഞാൽ ബാക്കി ഇങ്ങനെ എഴുതാം. ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഡെൽറ്റ Q ബൈ Q ഡിനോമിനേറ്ററിലുള്ള ഡെൽറ്റ P ബൈ Pയുടെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. ഡെൽറ്റ P ബൈ Pയുടെ റെസിപ്രോക്കൽ എന്താണ്? ഇൻറ്റു P ബൈ ഡെൽറ്റ P. ഈ ഡെൽറ്റകളെല്ലാം ഒരു സൈഡിൽ വരികയാണെങ്കിൽ ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q എന്നെഴുതും. അപ്പോൾ ഇത് ബൈ റീഅറേഞ്ചിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q എന്ന ഒരു ഇക്വേഷൻ നമുക്ക് ലഭിക്കും. ഇത് മറക്കാതെ പഠിച്ചിരിക്കണം. ഇവിടെ പെർസെൻറ്റേജ് വാല്യൂ ഒന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് ഇലാസ്തികതയുടെ വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് നമുക്ക് കമൻറ്റ് ചെയ്യാനും സാധിക്കും. ഇതാണ് ഈ ഇക്വേഷൻ്റെ പ്രാധാന്യം. ഡെൽറ്റ Q എന്താണ്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ഡെൽറ്റ P ചേഞ്ച് ഇൻ പ്രൈസ്. P ഈസ് ദി ഒറിജിനൽ പ്രൈസ് അല്ലെങ്കിൽ ഓൾഡ് പ്രൈസ് അല്ലെങ്കിൽ ഇനിഷ്യൽ പ്രൈസ്, ആരംഭത്തിലുള്ള വില, തുടക്കത്തിലെ വില. Q ഒറിജിനൽ ക്വാണ്ടിറ്റിയുമാണ്. ഇതിൻ പ്രകാരം എങ്ങനെയാണ് ഇലാസ്തികത കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കൂടാതെ ഒരു കാര്യം കൂടെ ഓർക്കുക. ഇലാസ്തികത കണക്കാക്കുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഇലാസ്തികതയ്ക്ക്
അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് എഴുതിയാൽ മൈനസ് സംഖ്യകൾ ഒഴിവാക്കി നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഇലാസ്റ്റികത കണക്കാക്കുകയും ചെയ്യാം എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഫോൾസ് ഫ്രം പ്രൈസ് പി falls from rupees 20 to rupees 10, then quantity increases from 4 units to 5 units. ഇങ്ങനെയാണെങ്കിൽ ഇലാസ്തികത ഫൈൻഡ് ഇലാസ്റ്റിസിറ്റി ആൻഡ് കമൻറ്റ് എന്നാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ പെർസെൻറ്റേജസ് വാല്യൂ കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്യുന്ന രീതിയല്ല, നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം. ഇക്വേഷൻ എന്താണ്? ED is equal to delta Q by delta P into P by Q. ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക, അപ്പോൾ മൈനസ് സംഖ്യ ഒഴിവാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഓരോ ഐറ്റം കണ്ടുപിടിക്കണം. ഡെൽറ്റ ക്യൂ എന്ന് പറയും, ഇതാണ് ഓൾഡ് വാല്യൂ, ഇതാണ് ന്യൂ വാല്യൂ. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു Q2 minus Q1 ആണ്. 5 minus 4 is equal to 1. Delta P is equal to 10 minus 20 is equal to minus 10. P is equal to original price 20. Q is equal to original quantity 4. Substitute ചെയ്യുക. Delta Q 1 divided by ഡെൽറ്റ പി മൈനസ് 10 ആണ്, നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നത് കൊണ്ട് 10 എടുത്താൽ മതി, ഇൻറ്റു പി 20 ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 20 20, 10 ഇൻറ്റു 4 40 ഇസ് ഈക്വൽ ടു 1/2 ഇസ് ഈക്വൽ ടു 0.5. ഇലാസ്തികതയുടെ മൂല്യം ഇവിടെ എത്രയെന്ന് കിട്ടി? 0.5 എന്ന് കിട്ടി. അപ്പോൾ എന്താണ് കമൻറ്റ് ചെയ്യുക? ഈ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടിയാൽ നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്യും? ദിസ് വാല്യൂ ഈസ് ലെസ് ദാൻ 1, ഒന്നിൽ കുറവാണ്. അതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ഇലാസ്റ്റിക് ഓർ ഇൻഇലാസ്റ്റിക് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക്. ഡിമാൻഡ് കർവ് എന്ത് ഷേപ്പ് ആൻഡ് സ്ലോപ്പ് ആയിരിക്കും? ഡൗൺവേർഡ് ആണ്. ഡിമാൻഡ് കർവ് ബിക്കംസ് സ്റ്റീപ്പർ ആണ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് സ്റ്റീപ്പർ ആണ്. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഇലാസ്റ്റിസിറ്റി പഠിപ്പിച്ചപ്പോൾ ഇതേ പ്രോബ്ലം ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. അവിടെ പെർസെൻറ്റേജ് വാല്യൂ കണക്കാക്കുന്ന എങ്ങനെയാണെന്ന് ചെയ്യിച്ചിട്ടുണ്ട്. അവിടെയും ഇതേ വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ ആ ഭാഗം കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കണം. ആ രീതിയിലും ചെയ്യാം, ഇവിടെ ഇതിലും ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് വാല്യൂ കിട്ടുന്നില്ല. വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് പറയുകയാണ്? ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണെന്ന് പറയുകയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കിതുമായി ബന്ധപ്പെട്ടൊന്ന് എക്സാമിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കൂ. മറ്റൊരു കമ്മോഡിറ്റിയാണ്. വില 20-ൽ 10 കുറയുന്നു. ക്വാണ്ടിറ്റി 4-ൽ നിന്ന് 6 കൂടുകയാണ്. മുമ്പേ ചെയ്തതുപോലെ ഉള്ളൂ, ഒന്നുകൂടെ ചെയ്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഡെൽറ്റ ക്യൂ എത്ര കിട്ടും ഇവിടെ? അപ്പോൾ ഇക്വേഷൻ ഇതാണല്ലോ. ഇക്വേഷൻ എഴുതുക. ED is equal to delta Q by delta P into P by Q. Delta Q is equal to 6 minus 4 is equal to 2. Delta P is equal to 10 minus 20 is equal to minus 10. P is equal to 20. Q is equal to 4. കിട്ടി? ഇതാ അറിയാമല്ലോ. ഇതിൽ നിന്ന് തൊട്ട് മുമ്പുള്ള ക്വാണ്ടിറ്റി കുറയ്ക്കുക, അതാണ് ഡെൽറ്റ പി. ന്യൂ പ്രൈസിൽ നിന്ന് തൊട്ട് മുമ്പുള്ള ഒറിജിനൽ പ്രൈസ് കുറയ്ക്കുക, അതാണ് ഡെൽറ്റ പി. പി എന്ന് പറയുന്നത് ആരംഭത്തിലുള്ള തുടക്കത്തിലെ പ്രൈസ് 20, ക്യൂ തുടക്കത്തിലെ ക്വാണ്ടിറ്റി 4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ഡെൽറ്റ ക്യൂ 2 ഡിവൈഡ് ബൈ ഡെൽറ്റ പി മൈനസ് 10 ആണ്. 10 എടുത്താൽ മതി, കാരണം ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ കാണിച്ചിട്ടുണ്ട്. ഇൻറ്റു P 20 divided by 4 is equal to 40 by 40 is equal to 1. 20 into 2 40, 10 into 4 40. 40 by 40 is equal to 1. എന്ത് കമൻറ്റ് ചെയ്യും? ഡിമാൻഡ് ഈസ് യൂണിറ്റ് ഇലാസ്റ്റിക്. കാരണം വാല്യൂ 1 ആണ്. ഡിമാൻഡ് കർവ് എന്ത് ഷേപ്പ് ആയിരിക്കും? ഇറ്റ് വിൽ ബി എ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. എന്താണ്? റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഈ രീതിയിൽ, സമാനമായ രീതിയിൽ നിരവധി ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പല പ്രാവശ്യം പബ്ലിക് പരീക്ഷകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ മോർ ഇലാസ്റ്റിക് വരാം,
ആ 3 രീതിയിലാണ് കോമൺ ആയിട്ട് ചോദിക്കുക. പിന്നെ പെർഫെക്റ്റ് ഇലാസ്റ്റിക്കും വരാം, പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക്കും വാല്യൂസും വരാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യിച്ചിട്ടുണ്ടെങ്കിലും ഈ ഇക്വേഷൻ പ്രകാരം ചെയ്യിക്കുന്ന രീതിയാണ് ഈ മെത്തഡിലൂടെ ഞാൻ പറഞ്ഞത്. അങ്ങനെ പ്രപ്പോർഷനേറ്റ് മെത്തേഡ് ഇത്രയും ഉള്ളൂ. അടുത്തായിട്ട് വരുന്ന ചോദ്യം നിങ്ങളൊന്ന് സ്വയമേ വർക്കൗട്ട് ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്തതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ്. ആദ്യ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു, പ്രപ്പോർഷനേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഇലാസ്റ്റിസിറ്റി ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ് ആണ്. ഇലാസ്റ്റിസിറ്റി ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ്. എന്താണ് ഒരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ? ഓർക്കുന്നുണ്ടോ? ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് അറിയാമല്ലോ, ഒന്ന് ഓർത്ത് നോക്കൂ. നേരത്തെ പഠിച്ചിട്ടില്ലേ? ഡിമാൻഡ് പഠിക്കുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു ഇക്വേഷൻ? Q = A - BP. ഇതാണ് ഇക്വേഷൻ. ഇതിൽ Q ക്വാണ്ടിറ്റി ഡിമാൻഡും P പ്രൈസുമാണ്. അപ്പോൾ Q ആരെ ആശ്രയിക്കുന്നു? പ്രൈസിനെ ആശ്രയിക്കുന്നു. പ്രൈസ് വേരി ചെയ്യുന്നതനുസരിച്ച് Qയിൽ മാറ്റമുണ്ടാകും. അതൊരു നിശ്ചിത അളവിലായിരിക്കും കുറയുക. ഏതളവിലായിരിക്കും? മൈനസ് സിമ്പിൾ അതാണ് കാണിക്കുന്നത്. BP അളവിലായിരിക്കും കുറയുക. ഇതാണ് ലീനിയർ ഡിമാൻഡിൻ്റെ ബേസിക് ആയിട്ടുള്ള മീനിങ്. ഇതിൻ പ്രകാരം ഒരു ലീനിയർ ഡിമാൻഡ് കർവ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ക്വാണ്ടിറ്റി എക്സ് ആക്സിലും പ്രൈസ് വൈ ആക്സിലും എടുക്കുന്നു. ഒരു ലീനിയർ ഡിമാൻഡ് കർവ് വരയ്ക്കണമെങ്കിൽ വിവിധ വിലകളും അതിൻ്റെ ക്വാണ്ടിറ്റിയും അറിഞ്ഞാൽ നമുക്ക് ലീനിയർ ഡിമാൻഡ് കർവ് വരയ്ക്കാം. കൂടാതെ ലീനിയർ ഡിമാൻഡ് കർവ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് 2 ഇൻ്റർസെപ്റ്റുകളുണ്ട്. വെർട്ടിക്കൽ ആക്സിസിലും ഒരു ഇൻ്റർസെപ്റ്റ് ഉണ്ട്, എക്സ് ആക്സിസിലും ഒരു ഇൻ്റർസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർസെപ്റ്റ് അറിഞ്ഞാൽ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യിച്ചാൽ നമുക്ക് ലീനിയർ ഡിമാൻഡ് കർവ് കിട്ടും. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, എങ്കിലും അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുന്നു. അപ്പോൾ വൈ ആക്സിലെ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഈ ലീനിയർ ഡിമാൻഡ് കർവ് കാണിക്കുന്നത് ക്വാണ്ടിറ്റിയെയും പ്രൈസിനെയുമാണല്ലോ. അവർ തമ്മിലുള്ള ബന്ധമാണ്. ഇൻ്റർസെപ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു വേരിയബിളിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ അടുത്ത വേരിയബിളിൻ്റെ പരമാവധി വാല്യൂ ആണ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ബജറ്റ് ലൈനൊക്കെ പഠിപ്പിച്ചപ്പം ഈ കാര്യം പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ക്വാണ്ടിറ്റി 0 ആണെങ്കിൽ പരമാവധി പ്രൈസ് എത്ര? അത് വൈ ആക്സിൽ വരും. പ്രൈസ് 0 ആണെങ്കിൽ ക്വാണ്ടിറ്റി പരമാവധി എത്ര? അത് എക്സ് ആക്സിസിലും വരും. ഇതാണ് 2 ഇൻ്റർസെപ്റ്റുകൾ. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ലീനിയർ ഡിമാൻഡ് കർവ് പെട്ടെന്ന് വരയ്ക്കാം. അപ്പോൾ നമുക്കതൊന്ന് അസ്യൂം ചെയ്യാം. ആദ്യം പ്രൈസ് 0 ആയാൽ ക്വാണ്ടിറ്റി എത്ര നോക്കാം. അപ്പോൾ P = 0, Q = A - B × 0. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P യുടെ സ്ഥാനത്ത് 0 കൊടുക്കുക. ദാറ്റ് ഈസ് Q = A - 0, Q = A. അപ്പോൾ വില 0 ആണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ഈസ് A ആണ്. അപ്പോൾ ഇവിടെ A എന്ന് മാർക്ക് ചെയ്യുന്നു. പ്രൈസ് വൈ ആക്സിലെ അല്ലെ പ്രൈസ് മെഷർ ചെയ്ത ആക്സിസിലെ ഇൻ്റർസെപ്റ്റ് മാക്സിമം പ്രൈസ് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? എന്ത് 0 ആയിട്ട് എടുക്കണം? ക്വാണ്ടിറ്റി 0 ആയിട്ട് എടുക്കുക. ഇഫ് Q = 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Q = A - BP യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Qൻ്റെ സ്ഥാനത്ത് 0 വരുന്നു. = A - BP. -BP ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. BP = A, P = A/B. P = A/B എന്ന് വരും. ഇങ്ങനെയാണ്. അപ്പോൾ വൈ ആക്സിലെ പരമാവധി പ്രൈസ് ക്വാണ്ടിറ്റി 0 ആണെങ്കിൽ വൈ ആക്സിലെ ഇൻ്റർസെപ്റ്റ് A/B ആണ്. മാക്സിമം പ്രൈസ് A/B ആണ്. ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലീനിയർ ഡിമാൻഡ് കർവ് കിട്ടും. ഇതാണ് Q = A - BP പ്രദാനം ചെയ്യുന്ന ഡിമാൻഡ് കർവ്, ലീനിയർ ഡിമാൻഡ് കർവ്. ഇതാണ് ലീനിയർ ഡിമാൻഡ് കർവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം പറയാം. വില 0 തുടങ്ങി പരമാവധി A/B വരെ പോവുകയുള്ളൂ. വില 0 ആണെങ്കിൽ ക്വാണ്ടിറ്റി A ആണ്. വില കൂടുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു വരും. അത് പരമാവധി A/B ആകുമ്പോൾ കുറഞ്ഞ് എവിടെ എത്തും? 0-ലെത്തും. അപ്പോൾ വില എവിടെ മുതൽ എവിടെ വരെയാണ്? 0 to A/B ആണ്. അപ്പോൾ നമ്മുടെ ഈ ഡിമാൻഡ് ഫംഗ്ഷൻ പ്രകാരം ഈ ഡിമാൻഡ് ഫംഗ്ഷനിലെ A/B വരെ ആയിരിക്കും A/B ആയിരിക്കും മാക്സിമം പ്രൈസ്.
അതുകൊണ്ടാണ് ഈ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു A/B എന്ന് എഴുതുന്നത്. ഈ ഡിമാൻഡ് ഫംഗ്ഷന് എവിടെ മുതൽ എവിടെ വരെ ഉള്ളൂ? 0 ടു പ്രൈസ് റേഞ്ചസ് ഫ്രം എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 ടു A/B വരെയാണെന്ന് എഴുതുന്നത്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തതായിട്ട് അറിയേണ്ട കാര്യം, ഈ ഡിമാൻഡ് കർവിൽ ഒരു മിഡ് പോയിന്റ് ഉണ്ടാകും. ഈ ഡിമാൻഡ് കർവ് നടുക്കൊരു പോയിന്റ് ഉണ്ടാകും, മിഡിൽ പോയിന്റ്. അതിന് നേരെയുള്ള ഇതിൽ ഓരോ പോയിന്റും കാണിക്കുന്നത് ഓരോ വിലയും അതിന് കറസ്പോണ്ടിങ് ആയ ക്വാണ്ടിറ്റിയുമാണ് കാണിക്കുക. ഈ മിഡ് പോയിന്റിലെ പ്രൈസ് എന്ന് പറയുന്നത്, ഇതിന് നേരെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഈ പരമാവധിയായ A/B വിലയുടെ പകുതിയായിരിക്കും. ഇപ്പോൾ A/Bയുടെ പകുതി എന്ന് പറയുന്നത് A/2B എന്ന് എഴുതും. അതായത് A/B the whole divided by 2 that is equal to A/B into ഇത് 2/1 ആണ്. ശരിക്കും 2/1 ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു A/2B എന്ന് വരും. അപ്പോൾ ഈ ഡെറിവേഷൻ ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഇത് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ A/2Bക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ പരമാവധിയായ ഡിമാൻഡിൻ്റെ പകുതിയായിരിക്കും, A/2 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കണം. അത് പറയാൻ കാരണമുണ്ട്, ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇത്രയും പഠിച്ചാൽ മതി. മിഡിൽ പോയിന്റ് നേരെ വിടുന്ന വാല്യൂ പരമാവധി വിലയുടെ പകുതിയാണ് A/2Bയും, നേരെ വരുന്ന ക്വാണ്ടിറ്റി പരമാവധി ഡിമാൻഡിൻ്റെ പകുതിയുമായിരിക്കും. ഇതാണ് ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ. ഇനിയും ഈ ഡിമാൻഡ് ഫംഗ്ഷനിലെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. എന്താണ് B? ഈ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പാണ് B എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -B. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -B ആണ്. എന്താണ് അർത്ഥമാക്കുന്നത്? വില ഒരു യൂണിറ്റ് കൂടുമ്പോൾ, ചേഞ്ച് ചെയ്യുമ്പോൾ, വില ഒരു യൂണിറ്റ് ചേഞ്ച് ചെയ്യുന്ന അർത്ഥം ΔP. ഡിമാൻഡിൽ മാറ്റമുണ്ടാകും, ഡിമാൻഡിൻ്റെ മാറ്റം ΔQ. അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. വില ഓരോ യൂണിറ്റ് കൂടുന്തോറും ഡിമാൻഡിൽ കുറവ് വരും. എത്ര കുറവ് വരും? അത് നിശ്ചയിക്കുന്നത് ഈ അളവാണ്, -BP ആണ്. എന്താണ്? -BP. അതായത് വില ഒരു യൂണിറ്റ് ആണ് കൂടുന്നതെങ്കിൽ B/1, B അളവിൽ ഡിമാൻഡ് കുറയും. എയിൽ നിന്ന് B അളവ് കുറയും. അപ്പോൾ ആ കുറയുന്നതിൻ്റെ നിരക്കിനെ നിശ്ചയിക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് ഈ സ്ലോപ്പ് B എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് B? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇപ്പോൾ പ്രൈസ് 2 യൂണിറ്റ് ആണ് കൂടുന്നതെങ്കിൽ ഡിമാൻഡിൽ എത്ര കുറവ് വരും? B/2. 2B അളവിൽ എയിൽ നിന്ന് കുറവ് വരും, ക്വാണ്ടിറ്റി ആ അളവിൽ കുറവ് വരും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? സോ B ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ്. ഇറ്റ് ഷോസ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. ഇവിടെ ഒരു യൂണിറ്റ് കൂടുമ്പോൾ ഇവിടെ കുറയും, ആ അളവിനെയാണ് അതെന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ΔQ/ΔP എന്നും പറയാം. Therefore -B ഈസ് ഈക്വൽ ടു ΔQ/ΔP എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ? സ്ലോപ്പ് -B ഈസ് ഈക്വൽ ടു ΔQ/ΔP ആണ്. ഇത്രയും നേരം ലീനിയർ ഡിമാൻഡ് കർവ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് വേണ്ടത് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ലീനിയർ ഡിമാൻഡ് കർവിൽ ഇലാസ്തികത എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്തികത എന്ന് പറയുന്നത് 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണല്ലോ. ആ 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ഈ ലീനിയർ ഡിമാൻഡ് കർവിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി വേരീസ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽസ്. ഇലാസ്റ്റിസിറ്റി വേരീസ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓൺ ദിസ് ലീനിയർ ഡിമാൻഡ് കർവ്. അത് എപ്രകാരമാണെന്ന് ചോദിച്ചാൽ മിഡിൽ പോയിന്റിൽ ED ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. പോയിന്റ് ഓൺ ദ ഹൊറിസോണ്ടൽ ആക്സിസ് വേർ ദ ലീനിയർ ഡിമാൻഡ് കർവ് ടച്ചസ്, അവിടെ ED ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ഇത് യൂണിറ്റ് ഇലാസ്റ്റിക് ആണ്. Y ആക്സിലെ ഇൻ്റർസെപ്റ്റ്
ദ പോയിന്റ് ഓൺ വെർട്ടിക്കൽ ആക്സിസ് വേർ ദ ലീനിയർ ഡിമാൻഡ് കർവ് ടച്ചസ്, അവിടെ ഇലാസ്തികത ഇൻഫിനിറ്റ് ആണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ മിഡ് പോയിന്റിനും വെർട്ടിക്കൽ ആക്സിലെ ഈ ബിന്ദുവിനും ഇടയിലുള്ള സ്ഥലം, അതായത് ഇത്രയും ഭാഗം ഇ ഡി ഗ്രേറ്റർ ദാൻ 1 ആണ്, മോർ ഇലാസ്റ്റിക് ആണ്. മിഡ് പോയിന്റിനും എക്സ് ആക്സിസിലെ പോയിന്റ് വേർ ലീനിയർ ഡിമാൻഡ് കർവ് ടച്ചസ്, അവിടെ ഇലാസ്തികത ലെസ് ദാൻ 1 ആണ്. അതായത് ഇത്രയും ഭാഗത്ത് ഇലാസ്തികത ലെസ് ദാൻ 1 അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണ്. 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഞാൻ ഈ ലീനിയർ ഡിമാൻഡ് കർവിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കുക, നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതായിരിക്കും ഒരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്തികത. ഇത് പഠിച്ചു വെക്കാൻ വളരെ എളുപ്പമാണ്. മിഡ് പോയിന്റിൽ 1 ആണ്, പിന്നെ മുകളിലോട്ട് പോകുന്നതും ഗ്രേറ്റർ 1ഉം, വൈ ആക്സിൽ വരുന്ന പോയിന്റിൽ ഇൻഫിനിറ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആണ്. മിഡ് പോയിന്റ് താഴേക്ക് വരുന്തോറും ലെസ് ദാൻ 1 ആണ്, എക്സ് ആക്സിൽ വരുമ്പോൾ 0യുമാണ്. അതായത് വെർട്ടിക്കൽ ആക്സിസിലെ പോയിന്റിൽ നിന്ന് താഴേക്ക് വരുന്തോറും, മൂവ് ചെയ്യുന്തോറും ഇലാസ്തികത കുറഞ്ഞു വരും എന്ന് മനസ്സിലാക്കിയിരിക്കണം. തിരിച്ചാണെങ്കിൽ അത് കൂടിക്കൂടി പോകുന്നു. ഇതൊന്ന് ബൈഹേർട്ട് ആക്കി വെക്കണം, പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെയാണ് മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെക്കുറിച്ച് ഗൗരവത്തോടെ പഠിക്കേണ്ടത്. അത് 2 രീതി പഠിക്കണം. ഒന്ന്, നമ്മൾ എഴുതിയ ഇക്വേഷൻ പ്രകാരം ഒരു ഫംഗ്ഷൻ കിട്ടിയാൽ എങ്ങനെ ഇലാസ്തികത കണക്കാക്കണം എന്നും, 2, ഒരു ജോമെട്രിക് മെത്തേഡിലൂടെ ഇങ്ങനെ ഒരു ഗ്രാഫ് മാത്രം തരികയാണെങ്കിൽ അതിലെ ഒരു ബിന്ദു മാർക്ക് ചെയ്താൽ എങ്ങനെയാണ് ഇലാസ്തികത കണ്ടുപിടിക്കണമെന്നുമാണ് നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ലീനിയർ ഡിമാൻഡ് കർവ് ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് ഇലാസ്തികത കണക്കാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഫോർമുല ഉണ്ടാക്കണം. ആ ഫോർമുല നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാം. ഇലാസ്തികതയുടെ ഇക്വേഷൻ എന്താണെന്നാണ് പഠിച്ചിട്ടുള്ളത്? പറയൂ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ആണ് അല്ലേ? ഇവിടെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ്റെ സ്ലോപ്പായ -b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -b ഇൻറ്റു പി ബൈ ക്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ -bയുമായിട്ട് തുടർന്ന് പോകണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന് കേവല വില ആബ്സല്യൂട്ട് വാല്യൂ കാണിച്ചാൽ മതി. ഇപ്പം മൈനസ് സൈന് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇ ഡി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് എഴുതാം. ഇതാണ് ഒരു ഇക്വേഷൻ. കൂടാതെ ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ ഇ ഡി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു പി ബൈ ക്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ക്യൂ സ്റ്റാൻഡ്സ് ഫോർ സ്മോൾ ലെറ്റർ ക്യൂ ആണ്. ക്വാണ്ടിറ്റി രണ്ടും സെയിം ആണ്. ലീനിയർ ഡിമാൻഡ് വന്നപ്പോൾ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. അപ്പം ബി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് എഴുതാം. ബി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് എഴുതാം, ബി പി ബൈ ക്യൂ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ക്യൂവിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എ മൈനസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി പി ബൈ എ മൈനസ് ബി പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു ഇക്വേഷനും കൂടെ കിട്ടും. ഏതാണ്? ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ബി പി ബൈ എ മൈനസ് ബി പി. ഈ 2 ഇക്വേഷനിൽ ഏത് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? സെയിം വാല്യൂ തന്നെ കിട്ടും. 2 ഇക്വേഷനും ഉപയോഗിക്കാമെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാ? ബി ഇൻറ്റു പി ബൈ ക്യൂ എടുക്കാം. ഈ ക്യൂവിന് പകരം ജസ്റ്റ് ആ ഡിമാൻഡ് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? ബി പി ബൈ എ മൈനസ് ബി പി. അപ്പോൾ ഇതിൻ പ്രകാരം ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ കിട്ടിയാൽ എങ്ങനെയാണ് ഇലാസ്തികത കണ്ടുപിടിക്കുന്നത് നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം. ഈ ന്യൂമറിക്കൽ എക്സാമ്പിൾ ഒന്ന് നോക്കൂ. എന്താണ് ഇവിടെ പറയുന്നത്? ക്യൂ ഇസ് ഈക്വൽ ടു 8 മൈനസ് 2p. അങ്ങനെയാണെങ്കിൽ വിവിധ വിലകളിലെ ഇലാസ്തികത കണക്കാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആ ചോദ്യം അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. വിവിധ വിലകൾ ഏതൊക്കെ വിലകളാണ്? ആ വിവിധ വിലകളിലെ ഇലാസ്തികത കണക്കാക്കണം അല്ലേ? ആ വിലകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ചിന്തിച്ച് പറയാൻ പറ്റുമോ ഏതൊക്കെയാണെന്ന്? Q is equal to 8 minus 2p. ഇതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. അതായത് നമ്മൾ പഠിച്ച Q is equal to a minus bp എന്ന ഫോമിൻ്റെ ഒരു എക്സാമ്പിളാണ്. വിവിധ വിലകളിലെ ഇലാസ്തികത കണക്കാക്കണം. അപ്പോൾ നമുക്ക് എക്സാമിൻ ചെയ്യാം. Q is equal to 8 minus 2p എന്ന ഡിമാൻഡ് ഫംഗ്ഷൻ പ്രകാരമുള്ള ഇലാസ്തികത കണക്കാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കണക്കാക്കാം? അപ്പോൾ വിവിധ വിലകളെന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എളുപ്പ മാർഗമുണ്ട്. കാരണം പ്രൈസ് എപ്പോഴും 0 മുതൽ പരമാവധി വരെ പോകുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ 0 തുടങ്ങി 1, 2, 3, 4, 5 ഞാൻ എഴുതുമോ? ഇല്ല. കാര്യം എന്താണ്? ഇവിടെ പരമാവധി വില എന്ന് പറഞ്ഞ A/B ആണ്. A/B പരമാവധി വില എങ്ങനെ കണ്ടുപിടിക്കും? 8/2. എത്രയേ പോവുകയുള്ളൂ? 4. അപ്പോൾ ഈ ഡിമാൻഡ് ഫംഗ്ഷൻ ശരിക്കും എവിടെ മുതൽ എവിടെ വരെയാണ്? 0 to 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വരെയാണ്. പ്രൈസ് റേഞ്ചസ് ഫ്രം 0 to 4 ആണ്. അത് നമുക്കറിയാം, നേരത്തെ പഠിപ്പിച്ച് കഴിഞ്ഞ കാര്യമാണ്. ലോജിക്ക് വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 0, 1, 2, 3, 4 ഓരോ വിലയും ഈ ഡിമാൻഡ് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 8 മൈനസ് 2 ഇൻറ്റു 0. 0 വിലയിലുള്ള ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ 8 മൈനസ് 0 ഇസ് ഈക്വൽ ടു 8. വില 1 ആണ്. പിയുടെ സ്ഥാനത്ത് 1 കൊടുക്കുക. മൈനസ് 2 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 6. 8 മൈനസ് 2 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 4. 8 മൈനസ് 2 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു, സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. 8 മൈനസ് 2 ഇൻറ്റു 3, 2 മൈനസ് 6 ഇസ് ഈക്വൽ ടു 2. 4. പ്രൈസ് 4 ആണെങ്കിൽ 8 മൈനസ് 2 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 0 വരും. 2 ഇൻറ്റു 4 8 ആണ്. 8 മൈനസ് 8 ഇസ് ഈക്വൽ ടു 0. ഈ ഫംഗ്ഷൻ 8 മൈനസ് 2 ഈ വിവിധ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഞാൻ ഈ വിലകൾ എടുക്കുന്ന വിധം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. A/B ആണ് മാക്സിമം പ്രൈസ് എന്ന് പറയുക. അത് സിംപിളി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നൊന്നുമില്ല, എങ്കിലും പഠിപ്പിക്കുന്നതേ ഉള്ളൂ. നമുക്കിനി ലീനിയർ ഡിമാൻഡ് കർവ് വരയ്ക്കാം. യൂണിറ്റുകൾ എടുത്തു. ക്വാണ്ടിറ്റി 2, 4, 6, 8. പരമാവധി ക്വാണ്ടിറ്റി 8 ആണ്. പ്രൈസ് 4 വരെ എടുത്തു. നമുക്കറിയാം ഇൻ്റർസെപ്റ്റുകൾ അറിയാമെങ്കിൽ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. ഇൻ്റർസെപ്റ്റ് ഏതാണ്? പ്രൈസ് 0 ആകുമ്പോൾ ഇൻ്റർസെപ്റ്റ് 8. ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ A എന്ന സ്ഥാനത്ത് വരുന്നത്. ക്വാണ്ടിറ്റി 0 ആണെങ്കിൽ വരുന്ന മാക്സിമം പ്രൈസ് 4 ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ A/B എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ പറഞ്ഞ്? ഈ രണ്ട് ഇൻ്റർസെപ്റ്റുകൾ യോജിപ്പിച്ചാൽ നമുക്ക് Q = 8 - 2PA ബേസ് ചെയ്തുകൊണ്ടുള്ള ലീനിയർ ഡിമാൻഡ് കർവ് കിട്ടും. ഇതാണ് Q = 8 - 2P എന്ന് പറയുന്ന ഡിമാൻഡ് കർവ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ ലീനിയർ ഡിമാൻഡ് കർവിന് നടുക്ക് വരുന്ന പോയിന്റ് എന്തിന് തുല്യമായിരിക്കും? A/2Bക്ക് തുല്യമായിരിക്കും. എങ്ങനെയാണ് കിട്ടുന്നത്? A/B 4 ആണെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ പകുതി എത്രയാണ്? 2. അത് നേരെ എവിടെ വരത്തുള്ളൂ? ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ മിഡ് പോയിന്റിലേ വരത്തുള്ളൂ. അതിന് നേരെ വരുന്ന ക്വാണ്ടിറ്റി 4 ആയിരിക്കും. ഇതിന് നേരെ വരുന്ന ക്വാണ്ടിറ്റി 4. അത് ഏതിൻ്റെ പകുതിയായിരിക്കും? 8 എന്ന് പറയുന്ന മാക്സിമം ഡിമാൻഡിൻ്റെ പകുതിയായിരിക്കും. ക്ലിയർ ആയില്ല പറഞ്ഞ്? ഇത് ഓർത്ത് വെച്ചോണം. കാരണം നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററിൽ മൊണോപ്പൊളി എന്നൊരു മാർക്കറ്റ് പഠിക്കുമ്പോൾ അവിടെ സീറോ കോസ്റ്റ് തിയറി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ആപ്ലിക്കേഷൻ വരും. ചെറിയ ടോപ്പിക്കാണ്, അതിനകത്ത് ഇത് വരും. അതുകൊണ്ട് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? വിവിധ പോയിന്റുകളിലെ ഇലാസ്തികത കണക്കാക്കണം, അല്ലേ? നമുക്കറിയാം, മുമ്പേ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം നമുക്ക്. ആദ്യം പ്രൈസ് 0, ക്വാണ്ടിറ്റി 8 ആണെങ്കിൽ ഇലാസ്തികത എത്ര ആണ്? ഇഫ് P = 0, Q = എത്രയാണ്? 8. ആദ്യത്തെ കേസ് നമ്മൾ എടുക്കുന്നു. ഇക്വേഷൻ എന്താണ്? ED = B × P/Q, അല്ലേ? B × P/Q. ഒരു കാര്യം കൂടെ ഓർക്കുക, ഇവിടെ B എത്രയാ? B = 8 - 2P B എത്ര? ബിയുടെ സ്ഥാനത്ത് വരുന്നത് എത്രയാണ്? സ്ലോപ്പ് എത്രയാണ്? 2 ആണ്. -2 ആണ്. അപ്പോൾ -2 എടുക്കണ്ട. സോൾവ് ചെയ്യാൻ നേരത്തെ നമുക്ക് എന്തെടുത്താൽ മതി? പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ 2 എടുത്താൽ മതി. that is equal to B 2 × അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിയുടെ സ്ഥാനത്ത് 2 × P 0/8 is equal to 2 × 0 0/8 is equal to 0 എന്ന് കിട്ടും. മനസ്സിലായോ? വില 0, ക്വാണ്ടിറ്റി 8. ഈ പോയിന്റിൽ ഇലാസ്തികത പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. വാല്യൂ ഓഫ് ED = 0. ഈ വാല്യൂ ഞാൻ വേറൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞല്ലോ, അതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്തായിരുന്നു? ED = BP/Q
എ മൈനസ് ബി പി ദാറ്റ് ഈസ് ഈക്വൽ ടു ബി പി ബൈ എ മൈനസ് ബി പിയുടെ സ്ഥാനത്ത് 8 മൈനസ് 2p 8 മൈനസ് 2p. വിലയുടെ എത്രയാണ്? 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി 2 ഇൻറ്റു ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം വാല്യൂസ്. ബി 2 ഇൻറ്റു പി എത്രയാണ്? 0 ഡിവൈഡ് ബൈ 8 മൈനസ് 2 ഇൻറ്റു 0. പി എത്രയാണ്? 0 ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0 0 ഡിവൈഡ് ബൈ 8 മൈനസ് 0. 2 ഇൻറ്റു 0 ഈസ് 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ബൈ 8. 0 ബൈ 8 ഈസ് ഈക്വൽ ടു 0. നോക്കൂ, ഇവിടെയും 0 ബൈ 8 0 കിട്ടി, ഇവിടെയും 0 ബൈ 8 0 കിട്ടി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമുക്ക് ചെയ്യാം. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വെച്ച് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വില 1 6. വില 1 ആണ് 6. അതായത് 1 6 ഈ പോയിന്റിലെ ഇലാസ്തികതയാണ് കണക്കാക്കേണ്ടത്. ഈ പോയിന്റിൽ നേരെ വില 1 ആണ്, ക്വാണ്ടിറ്റി 6 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ബി 2 ഇൻറ്റു പി 1 ഡിവൈഡ് ബൈ ക്യൂ 6 സിക്കൽ ടു 2 ഇൻറ്റു 1 2 ബൈ 6 സിക്കൽ ടു 1 ബൈ 3 സിക്കൽ ടു 0.33. അപ്പോൾ ഈ പോയിന്റിൽ ഇലാസ്തികത എത്രയാണ്? 0.33 ലെസ് ദാൻ 1, ഒന്നിൽ താഴെയാണ്. അതുകൊണ്ട് ഈ പോയിന്റിൽ ഇലാസ്തികത ലെസ് ദാൻ 1 ആണ്. ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക് ആണ്, ലെസ് ഇലാസ്റ്റിക് ആണ്. മനസ്സിലാക്കി വെക്കുക. ഇതേപോലെ ഈ ഇക്വേഷനും ചെയ്യാം. എന്താണ്? ബിയുടെ സ്ഥാനത്ത് 2 പി 1 ഡിവൈഡ് ബൈ 8 മൈനസ് 2 ഇൻറ്റു പി 1 ഇസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 8 മൈനസ് 2 ഇസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 1 ബൈ 3 ഇസ് ഈക്വൽ ടു 0.33. കണ്ടില്ലേ? സെയിം ആൻസർ കിട്ടും. മിഡ് പോയിന്റ് മുതൽ എക്സ് ആക്സിസിലെ പോയിന്റിനിടയിലുള്ള സ്ഥലം വരെ ഇലാസ്തികത ലെസ് ദാൻ 1 ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത വാല്യൂ പ്രൈസ് 2 ആണ്, ക്വാണ്ടിറ്റി 4. ഇങ്ങനെയാണെങ്കിൽ ഇലാസ്തികത എങ്ങനെയാണെന്ന് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ബി 2 ആണ്, പി 2 ഡിവൈഡ് ബൈ ക്യൂ 4 4 ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 1. ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ കിട്ടും? 2 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 8 മൈനസ് 2 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 8 മൈനസ് 4 ഇസ് ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ പ്രൈസ് 2ഉം ക്വാണ്ടിറ്റി 4ഉം ആണെങ്കിൽ പ്രൈസ് 2ഉം ക്വാണ്ടിറ്റി 4ഉം ആകുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആണ്. അവിടെ ഇലാസ്റ്റികത എത്ര എന്നാണ് കിട്ടിയിരിക്കുന്നത്? 1 യൂണിറ്റ് ഇലാസ്റ്റിക് ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് ഇ ഡി ഇസ് ഈക്വൽ ടു 1 യൂണിറ്റ് ഇലാസ്റ്റിക്. സമാനമായ രീതിയിൽ അടുത്ത പ്രൈസും നമുക്ക് കണ്ടുപിടിക്കാം. 3 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 സിക്കൽ ടു 6 ബൈ 2 സിക്കൽ ടു 3 എന്ന് വരും. അപ്പോൾ വില 3, ക്വാണ്ടിറ്റി 2, അതായത് ഈ പോയിന്റിൽ ഇ ഡി ഗ്രേറ്റർ ദാൻ 1 ആണ്. മോർ ഇലാസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾ തന്നെത്താനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക കേട്ടല്ലോ. അവസാനമായി പ്രൈസ് 4 ക്വാണ്ടിറ്റി 0. പ്രൈസ് 4 ക്വാണ്ടിറ്റി 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പി 4 ഡിവൈഡ് ബൈ ക്യൂ 0 ആണ്. എനി നമ്പർ ഡിവൈഡ് ബൈ 0 ഇസ് ഇൻഫിനിറ്റ്. ഇവിടെ ഇ ഡി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് എന്ന് കിട്ടും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ വിവിധ പോയിന്റുകളിൽ അല്ലെങ്കിൽ വിവിധ വിലകളിൽ ഇലാസ്തികത വ്യത്യാസപ്പെടുന്നു. ഫ്രം 0 ടു ഇൻഫിനിറ്റ്. 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ നമുക്ക് കാണിക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പരീക്ഷയ്ക്ക് ഒരു പക്ഷേ മറ്റൊരു രീതിയിൽ ചോദ്യം ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ആ ക്വസ്റ്റ്യൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്? ക്യൂ ഇസ് ഈക്വൽ ടു 20 മൈനസ് 2p. ഫൈൻഡ് ഇലാസ്റ്റിസിറ്റി അറ്റ് പ്രൈസ് 5 ആണ്. 5 എന്ന വിലയിലെ ഇലാസ്റ്റിസിറ്റി കണക്കാക്കാൻ വേണ്ടി മാത്രമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇഫ് p is equal to 5, q is equal to 20 minus 2 into 5 is equal to 20 minus 2 into 5 10 is equal to 10. വില 5 ആണെങ്കിൽ ക്വാണ്ടിറ്റി എത്രയാണ്? 10 ആണ്. ആ വിലയിലെ ഇലാസ്തികത കണക്കാക്കുക. ഇലാസ്തികതയുടെ ഇക്വേഷൻ എന്താ എഴുതും?
ബി പി ഡിവൈഡ് ബൈ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ബി 2 ആണ് 2 ഇൻറ്റു പി 5 ആണ് 5 ഡിവൈഡ് ബൈ ക്യൂ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ബൈ 10 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. എന്ത് കൺക്ലൂഷൻ കൊടുക്കും? ഡിമാൻഡ് ഈസ് യൂണിറ്റ് ഇലാസ്റ്റിക്. എവിടെ വരും? ഒരു ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ അതിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും ഇ ഡി ഈക്വൽ ടു 1 വരുന്നത്. ഒന്നുകൂടെ നോക്കുക, ഈ വില 5 എന്ന് പറയുന്നത് പരമാവധി വില എത്രയാണ്? പരമാവധി വില ഈ ഡിമാൻഡ് ഫംഗ്ഷനിൽ 20/2 10 ആ 10ൻ്റെ പകുതിയാണ് 5. ഞാൻ പറഞ്ഞിരുന്നല്ലോ, പരമാവധി വിലയുടെ പകുതി എ ബൈ ബിയുടെ പകുതി A/2B ആണ് ഇവിടെ 5 എന്ന് പറയുന്നത്. അത് മിഡ് പോയിന്റിന് നേരെയായിരിക്കും. അപ്പോൾ മിഡ് പോയിന്റിൽ ഇലാസ്റ്റിക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റ് ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കൃത്യമായിട്ട് ഇവിടെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നേക്കാം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജിയോമെട്രിക് മെത്തേഡിലൂടെ ലീനിയർ ഡിമാൻഡ് കർവിലെ ഇലാസ്റ്റികത കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ ഇക്വേഷനിലൂടെ നമ്മൾ ഇലാസ്റ്റികത കണക്കാക്കുന്ന വിധം പഠിച്ചു കഴിഞ്ഞു, ലീനിയർ ഡിമാൻഡ് ഇക്വേഷനിലൂടെ. ഇനിയും ഇതേ ലീനിയർ ഡിമാൻഡ് കർവിൽ ജിയോമെട്രിക്കലായിട്ട് എങ്ങനെയാണ് ഇലാസ്റ്റികത കണക്കാക്കുന്നതെന്നാണ് ഇനിയും പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ജിയോമെട്രിക് മെത്തേഡിൽ. ജിയോമെട്രിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫ് തരും, ലീനിയർ ഡിമാൻഡ് കർവിന് ഗ്രാഫ് തരും. ആ ഗ്രാഫിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. ഒരു പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ആ പോയിന്റിലുള്ള ഇലാസ്റ്റികതയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ലീനിയർ ഡിമാൻഡ് കർവ് ഡി ഡാഷ് ആണെന്ന് സങ്കല്പിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ബിന്ദുവിലുള്ള ഇലാസ്റ്റികത ജിയോമെട്രിക് രീതിയിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് സപ്പോസ് സി എന്നൊരു ബിന്ദുവാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇലാസ്റ്റിസിറ്റി അറ്റ് പോയിന്റ് സി എങ്ങനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇലാസ്റ്റിസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ് ഈസ് ഈക്വൽ ടു ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെൻ്റ് ആണ്. ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെൻ്റ് ആണ്. ഇത് നമ്മൾ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ പ്രകാരം ജിയോമെട്രിക്കലി ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ലോവർ സെഗ്മെൻറ്റ് ബൈ അപ്പർ സെഗ്മെൻറ്റ്. ഇത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന കാര്യം അത് ഇംപ്ലിസിറ്റ് ആണ്. ലോവർ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇലാസ്റ്റിസിറ്റി അറ്റ് പോയിന്റ് സി ആണെങ്കിൽ ഈ സി എന്ന ബിന്ദുവിന് താഴെയുള്ള ഭാഗം അതാണ് ലോവർ സെഗ്മെന്റ്, ഇതിന് മുകളിലുള്ള ഭാഗമാണ് അപ്പർ സെഗ്മെന്റ്. ഈ ഡി ഡാഷ് എന്ന ഡിമാൻഡ് കർവ് 40 സെൻറ്റിമീറ്റർ ആണെന്ന് സങ്കല്പിക്കുക. ഡി ഡാഷിൻ്റെ നീളം എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ് സങ്കല്പിച്ചാൽ ഈ സിക്ക് താഴോട്ടുള്ള ഭാഗത്തിൻ്റെ ഡിസ്റ്റൻസ് ബൈ മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ഇലാസ്റ്റികത. അപ്പോൾ ഇ ഡി അറ്റ് പോയിന്റ് സി എങ്ങനെ എഴുതാം? സിക്ക് താഴെയുള്ള ഭാഗം ദാറ്റ് ഈസ് സി ഡി ഡാഷ് ബൈ മുകളിലുള്ള ഭാഗം സി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു, സപ്പോസ് സങ്കല്പിക്കുക ഇത് ഇത്രയും ഭാഗം 20 സെൻറ്റിമീറ്റർ ആണ്, ഇത്രയും ഭാഗം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 20/20 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് 1 കിട്ടിയത്? ലോവർ സെഗ്മെൻറ്റും ഈസ് ഈക്വൽ ടു അപ്പർ സെഗ്മെൻ്റ് ആണ്. ലോവർ സെഗ്മെൻറ്റ് ഈസ് ഈക്വൽ ടു അപ്പർ സെഗ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് 1 കിട്ടുന്നത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി അറ്റ് പോയിന്റ് സി എത്രയായിരിക്കും? ഇ ഡി ഈസ് ഈക്വൽ ടു 1. ബട്ട് ദ മിഡ് പോയിന്റ് ഓഫ് ഡിമാൻഡ് കർവ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. സമാനമായ രീതിയിൽ നമുക്ക് ബാക്കി ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഇലാസ്റ്റിസിറ്റി അറ്റ് പോയിന്റ് ഡി ഡാഷ്, ഇലാസ്റ്റിസിറ്റി അറ്റ് പോയിന്റ് ഡി ഡാഷ് എങ്ങനെ കിട്ടും? ലോവർ സെഗ്മെന്റ് ഇല്ല, 0 കൊടുക്കുന്നു. അപ്പർ സെഗ്മെന്റ് ഇതിന് മുകളിലേക്കുള്ള ഭാഗം ഡി ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ 0/d ഡാഷ് ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഡി ഡാഷിൽ എത്രയാണ് വരുന്നത്? ഇവിടെ ഇ ഡി ഈസ് ഈക്വൽ ടു 0. ഞാൻ പറഞ്ഞല്ലോ ഡി ഡാഷിൻ്റെ നീളം ഡിസ്റ്റൻസ് ലെങ്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 0 ഡിവൈഡ് ബൈ ഇതിന് മുകളിലേക്കുള്ള ഭാഗത്തിൻ്റെ ഡിസ്റ്റൻസ് 40 ആണ്. 0/40 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പോയിന്റിൽ ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ഇനിയും ഡി എന്ന ബിന്ദുവിലെ ഇലാസ്റ്റികതയാണ് കണക്കാക്കണമെങ്കിൽ ഇലാസ്റ്റിസിറ്റി അറ്റ് പോയിന്റ് ഡി ഈസ് ഈക്വൽ ടു ലോവർ സെഗ്മെന്റ് ഡി ഡാഷ് ഡിവൈഡ് ബൈ
അപ്പർ സെഗ്മെൻറ്റ് 0 ആണ്, ഇല്ല, 0. ദറ്റ് ഈസ് ഈക്വൽ ടു ഡി മുതൽ ഡി ഡാഷ് വരെ നമ്മൾ സങ്കല്പിച്ചത് 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 40/0 എനി നമ്പർ ഡിവൈഡ് ബൈ 0 ഈസ് ഇൻഫിനിറ്റ്. അവിടെ ഇ ഡി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ മിഡ് പോയിൻ്റായി ഹൊറിസോണ്ടൽ ആക്സിസിലെ പോയിന്റ്, വെർട്ടിക്കൽ ആക്സിസിലെ പോയിന്റ്, ഇലാസ്റ്റികത 3 കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി 2 ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഏതൊക്കെയാണ്? മോർ ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കും. അത് എവിടേക്കാണ് വരുന്നതെന്ന് അറിയാമല്ലോ. ഇൻ ബിറ്റ്വീൻ, ഇതിനിടയിൽ ഇ ഡി ഗ്രേറ്റർ ദാൻ 1, ഇതിനിടയിൽ ഇ ഡി ലെസ് ദാൻ 1 ആണ്. സങ്കല്പിക്കുക, സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, ഇതാണ് ഡി ഡി ഡാഷ് എങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഇ എടുക്കുന്നു, അതായത് ഈ പോയിന്റ് ഇ ആണെങ്കിൽ, ഒന്ന് വേറിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചാണ് താഴെ. ഇലാസ്റ്റിസിറ്റി അറ്റ് പോയിന്റ് ഇ ഇസ് ഈക്വൽ ടു ലോവർ സെഗ്മെന്റ് ഇ ഡി ഡാഷ് ആണ്, ഇ ഡി ഡാഷ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ് മുകളിലേക്ക് വരുന്ന ഭാഗം ഇവിടെ മുതൽ ഇവിടെ വരെ ഇ ഡി ആണ്. മൊത്തം 40 സെൻറ്റിമീറ്റർ ആണ്. ഇത്രയും ഡിസ്റ്റൻസ് 30 ആണെന്നും ഈ ഡിസ്റ്റൻസ് 10 ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ 30 ഇ ഡി ഡാഷ് 30 ഇ ഡി 10 ഇസ് ഈക്വൽ ടു 3. ഇവിടെ ഇലാസ്റ്റിക് എത്ര ആയിരിക്കും? 1 കൂടുതലാണ്. ഇ ഡി ഗ്രേറ്റർ ദാൻ 1 പ്രൂവ് ചെയ്യപ്പെട്ടു. സമാനമായി ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, ആ പോയിന്റ് ആണ് എഫ് എന്ന് സങ്കല്പിക്കുക. ലോവർ സെഗ്മെന്റ് 10 സെൻറ്റിമീറ്ററും അപ്പർ സെഗ്മെന്റ് 30 സെൻറ്റിമീറ്ററുമായി സങ്കല്പിക്കുകയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി എഫ് എന്ന് എങ്ങനെ എഴുതാം? ലോവർ സെഗ്മെന്റ് എത്ര വരും? എഫ് ഡി ഡാഷ് ബൈ അപ്പർ സെഗ്മെന്റ് എഫ് ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു ലോവർ സെഗ്മെന്റ് 10 ഡിവൈഡ് ബൈ 30 ഇസ് ഈക്വൽ ടു 1/3 ഇസ് ഈക്വൽ ടു 0.33. ഈ പോയിന്റിൽ എഫ് എന്ന് പറയുന്ന പോയിന്റിൽ സമാനമായി ഇവിടെ എടുക്കുകയാണെങ്കിൽ ലെസ് ദാൻ 1 ആണ്. 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ജോമെട്രിക്കൽ ലൊക്കേറ്റ് ചെയ്തല്ലോ. ആദ്യം ഞാൻ ലൊക്കേറ്റ് ചെയ്തതുപോലെ തന്നെ ഡിമാൻഡ് ഫംഗ്ഷനിലൂടെയും ജോമെട്രിക് മെത്തഡിലൂടെയും എന്ത് കണ്ടുപിടിച്ചു? 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിച്ചു. ടു കൺക്ലൂഡ്, അറ്റ് ദ മിഡ് പോയിന്റ് ഓൺ ദ ലീനിയർ ഡിമാൻഡ് കർവ്, ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ് ഇലാസ്റ്റിക്. അറ്റ് ദ പോയിന്റ് ഓൺ ഹൊറിസോണ്ടൽ ആക്സിസ് വേർ ദ ലീനിയർ ഡിമാൻഡ് കർവ് ടച്ചസ്, elasticity is equal to 0, perfectly inelastic. At the point on the vertical axis where the linear demand curve touches, elasticity is equal to infinity or perfectly elastic. പിന്നെ പറയേണ്ടത്, അപ്പോൾ ഈ 3 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇടയിലുള്ള കാര്യങ്ങളാണ്. In between the midpoint and the point where linear demand curve touches the vertical axis, elasticity is greater than 1, more elastic, അല്ലെങ്കിൽ elastic demand. In between midpoint and the point where linear demand curve touches the horizontal axis, ഇതിനിടയിൽ elasticity is less than 1. Demand is inelastic ആണ്. ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ 5 തരം ഇലാസ്തികത നമുക്കിവിടെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇതാണ് ജോമെട്രിക് മെത്തഡിൽ ഇലാസ്തികത കണക്കാക്കുന്ന രീതി.